കുക്കുംബർ ഉണ്ട്. കുക്കുംബറും വെള്ളരിയുടെ കൂടെ തന്നെ ഇതുണ്ട്. ഇത് അത്യാവശ്യം മാർക്കറ്റ് ഉള്ളതല്ലേ രമേശ് ചേട്ടാ? കുക്കുംബർ വില കിട്ടുന്നതാണ് അല്ലേ? കിട്ടുന്നതാണ്. അത് ആദ്യത്തിൽ തന്നെ കുറെ വിറ്റു നമ്മള്. അതല്ലേ ഇനിയിപ്പോ അവസാന ഘട്ടത്തിലല്ലേ ഇത്? ഈ വേനൽക്കാലത്ത് പിന്നെ ഈ നൊയമ്പ് കാലത്ത് അത് നടക്കും അത്യാവശ്യം ഈ മുസ്ലിം ഇത് നടക്കല്ലേ. അപ്പൊ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് പോകൂല്ലേ? നന്നായി പോകുന്നതാണ് കുക്കുംബർ. സുഹൃത്തുക്കളെ, ഓർഗാനിക് കേരളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ നല്ലൊരു ജൈവ കർഷകനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമത്തിലാണ്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഗ്രാമത്തിന്. അതായത് എല്ലാവരും കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതോടൊപ്പം ഇവിടെ ഒരു ആദ്യകാലം മുതൽ നിലനിന്നിരുന്നൊരു വിഷു വാണ്യമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ചെമ്മണ്ണൂർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് രമേശ് ഏട്ടനാണ്. രമേശ് ഏട്ടൻ ഒരു പരിപൂർണ ജൈവ കർഷകനാണ്. അപ്പോൾ ഇദ്ദേഹം ജൈവ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയുടെ തനത് കാലിവർഗമായിട്ടുള്ള നമ്മുടെ വില്വാതിരി പശുക്കളെ സംരക്ഷിക്കുകയും അവയെ ബ്രീഡ് ചെയ്ത് അവയിൽ നിന്നുള്ള ചാണകവും മൂത്രമൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പരിപൂർണമായും ജൈവ കൃഷി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൃഷിയുടെ വിശേഷങ്ങളാണ് അദ്ദേഹം നമ്മളിന്ന് കാണിക്കുന്നത്. വെള്ളരി, മത്തൻ, കുമ്പളൻ അങ്ങനെ പറഞ്ഞ കുറച്ച് പച്ചക്കറി ഇനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ആ വിഷുവാണ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും, വിഷുവാണ്യം നിലവിൽ നമ്മൾ വന്നപ്പോഴേക്ക് കഴിഞ്ഞു പോയിരുന്നു എങ്കിലും അതെന്താന്നുള്ളത് അതൊരു കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പശുക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് മുൻപിലേക്ക് നമുക്ക് നൽകാൻ കഴിയുമെന്ന കുറച്ച് വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടെ ഉണ്ടാവുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ, രമേശ് ചേട്ടാ, എന്തൊക്കെ കാര്യങ്ങളാണ് രമേശ് ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സ്വന്തമായിട്ട് പ്രധാനമായിട്ട് നെൽകൃഷിയാണ് എനിക്കുള്ളത്. ഈ സീസൺ ായിട്ട് പച്ചക്കറി, അത് വേനൽക്കാലം നെൽകൃഷി നമ്മൾ ജൈവമായിട്ട് തന്നെയാണ്. നെൽകൃഷി ജൈവമായിട്ട് ചെയ്യുന്നത്. അത് 2 പൂല് പണിയും ചിലപ്പോൾ ഒരു പൂല് പണിയും, അങ്ങനെ പല വർഷങ്ങളിലും പല രീതിയിലാണ് പണിയുന്നത്. ആ നെല്ല് നമ്മൾ വിൽക്കുന്നില്ല, നമ്മൾ തന്നെ കുത്തി അരിയാക്കിയിട്ട് ഒരു 60% അല്ലെങ്കിൽ 65% തവിടോട് കൂടി വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു പ്രോഡക്റ്റ് ആയി കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക പേരൊന്നും നൽകിയിട്ടില്ലെങ്കിലും നമ്മളുടെ സർക്കിളിലുള്ള നമ്മുടെ സൗഹൃദങ്ങളിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് തുടങ്ങിയത്. ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് 5 വർഷമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതിന് അത്യാവശ്യം മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. ആളുകൾ മേടിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വേനൽക്കാലത്തേക്ക് വരുമ്പോ നമ്മൾ പച്ചക്കറി ചെയ്യും. അത് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടം ഉണങ്ങുന്നതോട് കൂടിയിട്ട് പച്ചക്കറി ചെയ്യുക. അതിൽ വെള്ളരി, കുമ്പളം, മത്തൻ, വെണ്ട, ഇതൊക്കെ നമ്മൾ എല്ലാ വർഷവും ഈ ഇനങ്ങൾ തന്നെയാണോ നമ്മൾ ഈ ഇനങ്ങൾ തന്നെ ചെയ്യുന്നത്? അതെ അല്ലേ. വേറെ കുറച്ചും കൂടി പുതിയ ഐറ്റംസ് ഒക്കെ ചെയ്യണം. ഇതും ജൈവമായി ചെയ്ത് അതിന്റെ ഒരു വിൽപ്പനയിലേക്ക് എത്തിക്കുമ്പോഴേക്ക് ഒരു കർഷകൻ എന്ന നിലയിൽ, ജൈവ കർഷകൻ എന്ന നിലയിൽ നമുക്ക് ലാഭത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ടോ? വലിയൊരു ലാഭം അല്ലെങ്കിലും നമുക്ക് ലാഭം തന്നെ പറയാം. നഷ്ടം വരുന്നില്ല. പിന്നെ നമ്മളെ വിപണി എന്ന് പറഞ്ഞ പ്രധാനമായിട്ട് ഇവിടെ ഈ വിഷുവാണ്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ചന്ത. അങ്ങനത്തെ ബേസ് എന്താണ്? ഇവിടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ചന്തയാണ് ശരിക്കും. അത് വിഷുവിന്റെ 2 ദിവസം മുന്നേ രാത്രിയിലാണ് നടക്കുക. അതായത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഇപ്പൊ 15-ാം തീയതി വിഷു ആകുമ്പോ 13-ാം തീയതി ഈവനിങ്, അതായത് ഒരു 6 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം കാലത്ത് അവസാനിക്കണം. രാത്രിയിലാണ് ഈ ചന്ത നടക്കുന്നത്. അതില് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കെത്തും. പണ്ട് കാലത്ത് സാമൂതിരിമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ആ കാലം മുതലുള്ളതാണിത്. അപ്പൊ അന്നൊക്കെ നമ്മുടെ പഴയ ബാർട്ടർ വ്യവസ്ഥ പോലുള്ളൊരു സംഭവങ്ങളായിരുന്നു. ഈ അരി, ഈ നുറുങ്ങരി കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള ആളുകൾ നുറുങ്ങരി കൊടുക്കുന്നു, അവര് ചെമ്മീൻ പൊടി തരുന്നു. ഈ കടപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകള് ചെമ്മീൻ പൊടി തരുന്നു. അങ്ങനെയൊക്കെ പലതും കൈമാറ്റങ്ങളാണ് ഇവിടെ നടന്നത്. പണ്ടത്തെ അതുമാതിരി ആയുധങ്ങള്, മഴു, കൈക്കോട്ട്, കത്തി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്റെ ചെറുപ്പത്തിൽ അതൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇപ്പൊ ഉള്ളത് പച്ചക്കറികൾ, പ്രധാനമായിട്ട് പച്ചക്കറികൾ ഉണ്ടാവും. ഇറച്ചി, മീന്, നാടൻ ബ്രാല്, അതെല്ലാം ഉണ്ട്. പോർക്ക്, അതുമാതിരി പോത്ത്, കോഴികൾ, നാടൻ കോഴികൾ ഉണ്ടായിരിക്കും. അതല്ലേ. അങ്ങനെയുള്ള ഈ കാണുന്ന പാടത്ത് നടക്കാതെ ഈ പാടത്ത് നമ്മളിപ്പോ നിൽക്കുന്നുണ്ടോ, ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് രമേശ് ഏട്ടന്റെ സ്റ്റാളായിരുന്നു അല്ലേ? നമ്മള് പിന്നെ സ്റ്റാളൊക്കെ കുറെ നേരത്തെ അടിച്ച് ഇവിടെ സെറ്റാക്കും. അവസാനം നമ്മൾ അഴിക്കുള്ളൂ. ഇവിടെ നിറയെ സ്റ്റാളുകളായിരുന്നു, അതൊക്കെ അഴിച്ചു പോയല്ലേ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഉണ്ടായത്. ഇത് കണ്ടോ ഈ പാടം നിറയെ
ഇവിടെയൊക്കെ ഈ പാടത്തൊക്കെ വിഭവങ്ങൾ കൊണ്ടുവന്ന് വെക്കുക ചെയ്യാം. ഇപ്പൊ അവിടെ ഒരു വെള്ളരി കുമ്പളൊക്കെ ആയിട്ട് ഇങ്ങനെ കുന്നുകൂട്ടി വെക്കും, അവിടെ ഒരാളത് വിൽക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പല സാധനങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. ഇത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വാങ്ങിക്കാൻ വരൂലേ ഇത് അറിഞ്ഞിട്ട്? ഇത് അത്യാവശ്യം നിങ്ങളുടെ ഈ വാണ്യം എല്ലായിടത്തും അറിയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് പൂർവ്വമായിട്ട് അറിയുന്നതാണ്. അത് ഒരു 10-25 കിലോമീറ്ററിനുള്ള ആളുകൾക്ക് അറിയാം ഇവിടെ വാണ്യം ഉണ്ടെന്നുള്ളത്. കൊട്ട, മുളയുടെ കൊട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് കിട്ടുക. ആ സമയത്ത് വന്ന് വാങ്ങിക്കൊണ്ടുപോവുക. എന്റെ ചെറുപ്പത്തിൽ ശരിക്കും കാളവണ്ടിയിലാണ് അന്ന് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വന്നിരുന്നത്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അത്. അതെ, രമേശ് ഏട്ടത്തിന്റെ ഒരു സംഘാടക സമിതി സമിതിയിലുണ്ട്. അപ്പൊ അത് പച്ചക്കറി കൃഷിയുടെ ഒരു സംഘാടക സമിതി വേറെ ഉണ്ട്, വിഷുവാണ്യത്തിന്റെ സംഘാടക സമിതി ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ സജീവമാണ്. ഇതിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്ഥലം തന്നെ നമ്മൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് വാങ്ങിയിരിക്കുകയാണ്. കാരണം ഇതൊക്കെ കുറെ ഇങ്ങനെ തൂർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് തൂർത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2007 ഞാൻ സ്വന്തമായിട്ട് ഒരു ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. നിൽക്കുന്നത് തന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് ശരിക്കും. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ രമേശ് ഏട്ടന്റെ പച്ചക്കറി തോട്ടം. നമുക്ക് പച്ചക്കറി തോട്ടത്തിൽ തോട്ടത്തിന് അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയില്ലേ? കാരണം വിളവെടുപ്പൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇപ്പോ. അതെല്ലേ, ചില ഇതുകൾ മാത്രമല്ലോ. മത്തങ്ങ, കുമ്പളങ്ങയൊക്കെ ഉണ്ട്, വെണ്ട ഉണ്ട്, ചീരൊക്കെ കഴിഞ്ഞു. വെള്ളരിയൊക്കെ ആദ്യം ഉണ്ടാവുന്നതാണ് വെള്ളരി. ഇത് ശരിക്കും നമ്മളെ ജീവാമൃതം എന്തെങ്കിലും ആണോ? ഇതിന് ജീവാമൃതം നമ്മള് ഇതില് ഇപ്പല്ല, അതൊക്കെ കഴിഞ്ഞു. ഞാനിതില് കലക്കി വെക്കുകയാണ് ചെയ്യുക. ഈ ഡ്രമ്മിൽ കലക്കി വെച്ചിട്ട് ആവശ്യം നമ്മള് ഒഴിക്കുകയാണ് ചെയ്യുക ജീവാമൃതം ഉണ്ടാക്കിയിട്ട്. പിന്നെ പശുവിന്റെ മൂത്രം നേരിട്ട് ഒഴിക്കും. കാരണം നമ്മള് വില്ലുവാതിരിനെ വളർത്തണാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധാരാളം മൂത്രം കിട്ടും അല്ലേ? ഉണ്ട്. വളത്തിന് നമ്മള് വേറെ ഇതാക്കേണ്ട കാര്യം. എനിക്ക് നെൽകൃഷിക്കും വളം ആവശ്യമാണ്, വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അത് നേരെ തിരിച്ച് പശുവിന് വൈക്കോലും കിട്ടും അല്ലേ? എല്ലാ കാര്യങ്ങളും. അതെ, ഒരു കർഷകന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഇത് ഇവിടെ നമ്മളെ മത്തങ്ങയൊക്കെ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ മത്തങ്ങ, നല്ല മത്തങ്ങകളുണ്ട്. അതുപോലെ തന്നെ ഏതിനം മത്തനാണ് രമേശ് ഏട്ടാ? അങ്ങനെ ഇനം നോക്കിയിട്ടൊന്നുമില്ല. ഇനി എന്തായാലും ഈ വർഷം തൊട്ട് നമ്മള് എല്ലാത്തിന്റെയും വിത്തുകൾ ശേഖരിച്ചിട്ടേ വിത്ത് പുറമെന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വേണ്ട, നമ്മളിലുള്ള നല്ല മത്തൻ, നല്ല വെള്ളരിയൊക്കെ എടുത്തിട്ടേ അതിൽ നിന്ന് വിത്ത് ഉണ്ടാക്കി സൂക്ഷിക്കാനുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കുമ്പളാണ് കേട്ടാ, ചെറിയ കുമ്പളങ്ങയാണ് സംഗതി. ഒരു വീട്ടിലാവശ്യത്തിനൊക്കെ വലുതാവുന്നതാണ്. പക്ഷെ ഇപ്പൊ അവസാനത്തെ ആയപ്പോഴേ ഒക്കെ ചെറുതാവുന്നത്. വലുതെന്ന് വെച്ചാൽ ഒരു 5 കിലോ ഉള്ള കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ. കുമ്പളൻ അത്യാവശ്യം വിളവെടുപ്പ് തുടങ്ങിയോ? ഉണ്ട്. കുമ്പളാണ് ശരിക്കും അവസാനത്തേക്ക് ഉണ്ടാവുക അല്ലേ? അതിൽ കിടക്കണ്ടോ? അവിടെ ഉണ്ടല്ലേ കുമ്പളം. നല്ല ഇതിങ്ങനെ റൗണ്ട് ചെറിയ കുമ്പളം തന്നെ അല്ലേ? ചെറിയ കുമ്പളം. വെള്ളരിയാണ്. വെള്ളരിയൊക്കെ നമ്മളെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞു. വിളവെടുപ്പ് കഴിഞ്ഞാണ്. എന്നാലും അതിന്റെ അവസാനമായിട്ട് കുറച്ച് ഇത് കണിവെള്ളരിയാണ് നമ്മൾ വെച്ചത്. കണിവെള്ളരിയാണ്. ഇതൊക്കെ നല്ല ചോപ്പ് കളറായി മാറും, സ്വർണ്ണ വർണ്ണാവും. ആ കണിവെള്ളരിക്ക് അപ്പൊ ഇതിനൊരു ഇതും കിട്ടുമല്ലോ അല്ലെ ആ സമയത്ത്? ഉണ്ട്. അത് നന്നായി വിൽപ്പന നടക്കും ചെയ്യും. നടക്കും അല്ലെ? അന്ന് തന്നെ നടക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടൊന്നും ഇപ്പൊ അതിന് വലിയ വിലയൊന്നും കിട്ടില്ല അല്ലെ? അപ്പൊ അന്നൊക്കെ പാകമായി എടുക്കണം. പിന്നെ നമ്മുടെ കുക്കുംബർ ഉണ്ട്. കുക്കുംബറും വെള്ളരിയുടെ കൂടെ തന്നെ ഇതുണ്ട്. ഇത് അത്യാവശ്യം മാർക്കറ്റ് ഉള്ളതല്ലേ രമേശ് ഏട്ടാ? കുക്കുംബർ വില കിട്ടുന്നതാണ്, കിട്ടുന്നതാണ്. അത് ആദ്യത്തിൽ തന്നെ കുറെ വിറ്റു നമ്മള്. ചീരൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിട്ടോ. ചീര, വെണ്ട പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചീര ഇത് മറ്റേ ഇതല്ലേ, എന്താണ് ഇത്? ഏതിനം? സിന്ദൂരം ആ ചീരയാണോ? തന്നെ അല്ലേ? അത് പച്ചയുണ്ട്, അതിന്റെ ചോപ്പുണ്ട്, പച്ചയുണ്ട്. വെണ്ടയാണ്. വെണ്ടയും ധാരാളം ഉണ്ടായി. വെണ്ട സാധാരണ വെണ്ടയ്ക്കാണ്. വലിയ ആനക്കൊമ്പനോ അങ്ങനത്തെ ഒന്നല്ല, ഒരു മീഡിയം ടൈപ്പ് വെണ്ടക്കായ. അത്യാവശ്യം ഹൈറ്റ് വരുന്ന. ഇതിപ്പോഴും അറിവുണ്ടല്ലോ. ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ അങ്ങ് തല വരെ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ബാക്കിലൊക്കെ കാണാണ്ടല്ലോ അല്ലേ? അത് കുറച്ചധികം ചെയ്തിട്ടുണ്ട്, 50. ഇതപ്പോ 2 ദിവസം കൂടുമ്പോ പൊട്ടിക്കോ? ഇത് ഡെയിലി പൊട്ടിക്കണം. അത് മൂത്തതാവും അതല്ലേ? അപ്പൊ എല്ലാ ദിവസവും പൊട്ടിക്കും. ഡെയിലി പൊട്ടിക്കും അല്ലേ? അപ്പൊ 1 കിലോന്റെ അടുത്തൊക്കെ ഉണ്ടാവും. അത് ചില ദിവസം 1 കിലോനും കിട്ടും. എനിക്ക് ഒരു സംശയം, ഇന്ന് എല്ലാ ആളുകളും രാസവളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രമേശ് ഏട്ടൻ എന്താണ് ഇങ്ങനെ ഒരു ജൈവ കൃഷിയിലേക്ക് വരാനും അതിനെ ഇത്ര വിജയകരമായി നടപ്പിലാക്കാനും എടുത്ത ഒരു മാനസിക ധൈര്യം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം എന്തായിരുന്നു? നമ്മൾ ജൈവകൃഷിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. നമ്മൾ കഴിക്കുന്നത് വിഷമില്ലാത്ത ആഹാരം വേണം, നല്ല ഭക്ഷണമായിരിക്കണം എന്നുള്ളൊരു
ചിന്തയുടെ പുറത്താണ് ഇതിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് നെൽകൃഷിയാണ്. അപ്പം അതിൽ രാസവളങ്ങളൊക്കെ മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്നതാണ്. അങ്ങനെ അത് പൂർണ്ണമായി മാറ്റി അരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ചോറാണ് ഉണ്ണുന്നത്. അങ്ങനെ അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലാണ് ആദ്യം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എപ്പോഴും ഒരു പശുവിന് ആവശ്യമാണ്. നമുക്ക് പശു ഇല്ലാതെ നമുക്ക് ജൈവ കൃഷി ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ജൈവാമൃതം ഉണ്ടാക്കണമെങ്കിലും പശുവിൻ ചാണം, മൂത്രം, എല്ലാ സാധനങ്ങളും ആവശ്യമാണ്. അങ്ങനെയാണ് പശുവിലേക്ക് വരുന്നത്. പശുവിനേക്ക് വന്നപ്പോൾ നമ്മൾ വില്ലാതിരിയെ കുറിച്ചാണ് ചിന്തിച്ചത്. ആദ്യം ഈ കാസർഗോഡ് കുള്ളനെ പോലുള്ള പശുക്കളെ വളർത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയുടെ പശു വില്ലാതിരി എന്ന കൺസെപ്റ്റിലേക്ക് ആ ഒരു ഗ്രൂപ്പ് എത്തുകയും അങ്ങനെ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തൃശ്ശൂർ ചേർന്ന ഒരു യോഗത്തിൽ തീരുമാനമെടുത്ത് 2016 നമ്മൾ ശരി. 2016 മുതൽ നിങ്ങൾ ഈ പശുവിനെ സംരക്ഷിക്കുന്നുണ്ട്? ഉണ്ട്. 2016 നമ്മൾ തിരുവല്ലാമലയിൽ പോയിട്ട് ഒരു പശുക്കുട്ടീനെയും ഒരു കാളക്കുട്ടീനെയും കൊണ്ടുവരികയാണ്. അപ്പൊ ഈ കാളക്കുട്ടീനെ കൊണ്ടുവരുന്ന വെച്ചാൽ ഇത് മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ ഇവര് തമ്മിൽ മേറ്റിംഗ് നടന്നിട്ട് തനത് വർഗം നിലനിൽക്കാൻ വേണ്ടി പ്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള തന്നെ വേണം. കാരണം ഇതിന്റെ സമൺ അവൈലബിൾ അല്ല. അപ്പൊ അതിനു വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന് അവരിപ്പോ നല്ല രീതിയിൽ ഇവിടെ ഉണ്ട്. 2 പ്രസവം കഴിഞ്ഞ് 3ാമത്തെ പ്രസവം അടുത്ത ദിവസം ഉണ്ടാവും. അവരുടെ ചാണകം മൂത്രം തന്നെയാണ് പരിപൂർണമായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ വളങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല ശരിക്കും. നെൽകൃഷി ആയാലും പച്ചക്കറി ആയാലും ഇപ്പൊ അവിടെ വാഴ ചെയ്യുന്നുണ്ട്. അങ്ങനെ സീസണൽ കൃഷികൾക്ക് എല്ലാറ്റിനും അത് തന്നെയാണ്. ഈ വില്വാതിരി പശുവിന് അത്യാവശ്യം പാലൊക്കെ കിട്ടും. എന്താണ് അതിന്റെ പാല്? ഇപ്പൊ എന്റെ പശു ആദ്യത്തെ പ്രസവത്തില് 3 ലിറ്റർ വരെ കിട്ടിയിരുന്നു. 3 ലിറ്ററോളം കിട്ടിയിരുന്നു. രണ്ടാമതാകുമ്പോഴേക്കും 3.25 ലിറ്റർ ആയിട്ടുണ്ട്. 3.25 ലിറ്റർ പാല് ഒരു നാടൻ പശുവിന് കിട്ടുക എന്ന് പറഞ്ഞാല് നല്ല ഒരു പാലുൽപാദനം ആയി എന്ന് പറയാം ശരിക്കും. രമേശ് ചേട്ടാ, ഇതാണ് നമ്മുടെ വില്വാതിരി പശു അല്ലേ? ഒരു പശു ഇതാണ്. ഇത് തന്നത്ത് വില്വാതിരിയാണ്. നിങ്ങൾക്ക് നോക്കാം, അതിന്റെ കൊമ്പൊക്കെ നോക്കണം കേട്ടാ. നല്ല ഹമ്പും കൊമ്പൊക്കെ. ആള് പരിചയമില്ലാത്തതുകൊണ്ട്, നമുക്ക് ക്യാമറ ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് ആള് കുറച്ച് വയലൻ്റാണ് നമ്മളെ കണ്ടത് മുതൽ. ഇവൾക്ക് എത്ര വയസ്സായി രമേശ് ചേട്ടാ? ഇവൾക്കൊരു 12-13 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. 5 വയസ്സ് വരെ ആവാം. അതല്ലേ? ഇത് ശരിക്കത് എന്റെ പശു അല്ല. ഇത് നമ്മുടെ സുഹൃത്ത് സനൽ ഹർഷൻ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. കാളനായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്. അത് ശരി. അപ്പൊ നമ്മളെ ശരിക്കും നല്ല പ്യുവർ വില്ലാതിരി ലക്ഷണങ്ങളുള്ള ഒരു പശുവാണത്. അപ്പൊ അതില് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ല കുട്ടികളെ. രമേശന്റെ അടുത്ത് വില്വാതിരിയുടെ കാള ഉണ്ടല്ലോ അല്ലെ? കാളുണ്ട്, വലിയ കാളുണ്ട്. അതിനെ കാണാം നമുക്ക്. രമേശേട്ടാ, ഇതാണ് രമേശേട്ടന്റെ പശു അല്ലേ? പശു. ഇതിപ്പോ എത്ര പ്രായമായതാ? ഇത് 6 വയസ്സാവണു. ഇത് ചെറിയ കുട്ടിയപ്പോ കൊടുന്നാവൂലേ? 6 വയസ്സായി. 1 വയസ്സുള്ളപ്പോ കൊണ്ടുവന്നാണ് നമ്മള്. 1 വയസ്സുള്ളപ്പോ ഇവളിപ്പോ ചെന്നൈയിലാണോ അതോ? ഇപ്പൊ പ്രസവിക്കാറായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രസവിക്കും. 6-7 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. നിൽക്കുന്നത് 2 പ്രസവം കഴിഞ്ഞു. അതെല്ലേ? 3ാമത്തെ പ്രസവമാണത്. വില്വാതിരിക്ക് പിന്നെ ഇങ്ങനെ ഒരു പാണ്ടും കൂടി ഉണ്ടാവും അല്ലേ? ചിലതിന് വളരെ അപൂർവമായിട്ട് ചെറിയൊരു ലൈൻ ഉണ്ടാവും. അവളെ കുട്ടി 2ാമത്തെ കുട്ടി ആൺകുട്ടിയാണ് അല്ലേ? ആൺകുട്ടി. ഇവൻ എത്രയായി ഇപ്പൊ? ഇവന് 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞോ? ഇതാണ് നമ്മുടെ കാള അല്ലേ? ഏറ്റവും ലക്ഷണമൊത്ത വില്വാതിരി കാളയാണിത്. ഇവന് എത്ര വയസ്സായി രമേശേട്ടാ? ഇവനും അതേ പ്രായം തന്നെ, 6 വയസ്സിന് താഴെ. അതല്ലേ? എല്ലാ ലക്ഷണമൊത്ത കാളയാണ് കേട്ടോ വില്വാതിരി. വാവ്. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ രമേശ് ചേട്ടൻ്റെ ഈ കൃഷിക്കാഴ്ചകൾ കണ്ടല്ലോ അല്ലേ? നമുക്ക് തനത് ഇനമായ, അതായത് തൃശ്ശൂർ ജില്ലയുടെ തനത് ഇനമായ വില്വാതിരി പശുക്കളെ സംരക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി അവർ ഈ കൃഷിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു വലിയ ജീവിവർഗത്തെ രക്ഷിക്കാനുള്ള ഒരു പ്രയത്നം കൂടിയാണിത്. അപ്പോൾ ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ നോക്കുക, യാതൊരു തരത്തിലുള്ള കേടും ഇതോ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അതായത് അത്യാവശ്യം വിളവ് ലഭിക്കുന്നുണ്ട്, പരിപൂർണമായി ജൈവമായി ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതുപോലെയുള്ള എത്രയോ നല്ല കർഷകർ നമ്മളറിയാതെ കിടക്കുന്നുണ്ട്. അവരെയെല്ലാം നമുക്ക് തേടി കണ്ടുപിടിക്കണം. ഓർഗാനിക് കേരളത്തിലൂടെ നമ്മൾ അവരെയെല്ലാം കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ നമ്മളെ രമേശ് ചേട്ടനെ പോലെയുള്ള കർഷകർ തന്നെയാണ് ലോകത്തൊട്ടാകെ അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.